വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാതയിൽ ഇന്നലെ ഉണ്ടായ ദുരന്തം, ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതും പിണറായി വിജയൻ്റെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു പദ്ധതിയുടെ പേരിലുണ്ടായ ദുരന്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിണറായി വിജയൻ വളരെയധികം പിടിവാശിയോടുകൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണിത്. ആനക്കാംപൊയിലിൽ നിന്ന് തുടങ്ങി ഈ പറയുന്ന മേപ്പാടിയിൽ വന്നെത്തുന്ന തുരങ്കപാത വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് എത്രയും പെട്ടെന്ന് എത്തിച്ചേരത്തക്ക രീതിയിലുള്ള ഒരു തുരങ്കപാതയാണിത്. ഇതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു. അതായത് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ഏതാണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കണം. ഈ തുരങ്കപാത വരുന്നതോടെ, ഈ ആനക്കാംപൊയിലിൽ നിന്നും ഈ മേപ്പാടിയിലേക്കുള്ള തുരങ്കപാത വരുന്നതോടെ ഇതിൻ്റെ ദൂരം ഏതാണ്ട് 20 കിലോമീറ്ററിൽ താഴെയായിട്ട് ചുരുങ്ങും. ഏതാണ്ട് 7 കിലോമീറ്ററാണ് ഈ പുതിയ റോഡിലെ തുരങ്കപാത എന്ന് പറയുന്നത്. അതാണ് ഈ കള്ളാടിയിൽ, അവിടെയാണ് ഇതിൻ്റെ പ്രവേശന കവാടം, അവിടെയാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്താണ്. പിണറായി വിജയനും മരുമകനുമായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം എത്തിയാണ് ഈ പറയുന്ന ഈ പാതയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് തെരഞ്ഞു ചെല്ലുമ്പോൾ, കാരണം ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഞാനടക്കം എല്ലാവരും ഞെട്ടിപ്പോയൊരു കാര്യം, എങ്ങനെ വയനാട് പോലെ പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്ത് ഒരു തുരങ്കം നിർമ്മിക്കാൻ സാധിക്കും? എങ്ങനെ ഈ തുരങ്കം ഉണ്ടാക്കിയാൽ ഇത് എപ്പോഴൊക്കെ നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും? മൺസൂൺ കാലത്ത് ഏത് നിമിഷവും ഉരുൾപൊട്ടാവുന്ന അത്രയും പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളാണ് ഈ വയനാട്ടിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇടുക്കിയും വയനാടും ഈ മലയോര മേഖലകൾ, പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര പ്രദേശങ്ങൾ, അല്ലെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രദേശങ്ങൾ, മാധവ് ഗാഡ്ഗിനെ പോലെയുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള, PT തോമസിനെ പോലെയുള്ള ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിൽ എങ്ങനെ ഇത്ര വലിയ ഒരു തുരങ്കപാത, അതും ഭൂമി തുരന്ന് നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു സംശയം എന്നെപ്പോലെ പലർക്കും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഒരിക്കലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകാത്ത ഒരു പദ്ധതിയാണ്. ഒരിക്കലും അത് അനുമതി നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല. ഓർക്കണം, ഈ പദ്ധതിയെ നമ്മൾ എതിർക്കുന്നില്ല, ഇത് വളരെ നല്ല ഒരു ആശയം തന്നെയാണ്. പക്ഷേ ഇത്തരം ഒരു സ്ഥലത്തുകൂടി എങ്ങനെ ഒരു തുരങ്കപാത നിർമ്മിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഇതിന് പാരിസ്ഥിതിക അനുമതി 1-2 ഘട്ടങ്ങളിലായി ലഭിച്ചു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പുറത്തു വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇതിനെക്കുറിച്ച്, അതായത് ഈ ഭൂപ്രകൃതിയെക്കുറിച്ച്, ഈ ഭൂപ്രദേശത്തെക്കുറിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നുള്ള നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതി നൽകുകയായിരുന്നു, പാരിസ്ഥിതിക അനുമതി നൽകുകയായിരുന്നു. നമ്മളിത് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ രൂക്ഷമായ, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ വീഴ്ചകളാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്രയും അപകടം പിടിച്ച ഒരു മേഖലയിലൂടെ ഒരു റോഡ് നിർമ്മിക്കുക, ആ റോഡിലൂടെ എങ്ങനെ വിശ്വസിച്ച് ജനങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും? അത് നമുക്ക് മൺസൂൺ കാലത്ത് മഴ പെയ്തിറങ്ങിയാൽ നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്തെ മഴയെന്ന് പറയുന്നത് അതിശക്തമായ മഴയാണ്, അതിതീവ്രമായ മഴയാണ്. ഇന്നലെ വടക്കൻ മലബാറിലൊക്കെ, ഈ വയനാട് പ്രദേശത്തൊക്കെ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇങ്ങ് തെക്ക് ഭാഗത്ത്, കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ കടുത്ത വെയിലായിരുന്നു എന്നുകൂടി ഓർക്കണം. ഒരു കാലാവസ്ഥയുടെ ഒരു വിഭജനമാണ് നമ്മൾ കണ്ടത്. ഈ വടക്ക പ്രദേശത്തേക്ക് കനത്ത മഴയാണ്, ആ മഴകളൊക്കെ തന്നെ തീവ്രമായ മഴയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ പെയ്യുന്ന മഴ വളരെ തീവ്രമാണ്. ഇത്തരം ഒരു മഴ പെയ്യുമ്പോൾ ഈ മൺസൂൺ കാലത്ത് അതിശക്തമായ തുടരൻ മഴകൾ, അതിതീവ്രമായി 265 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ അവിടെ പെയ്തത്. ആ മഴയെ താങ്ങാനുള്ള ശക്തി ഒരിക്കലും ഈ പരിസ്ഥിതി ലോല മേഖലകൾക്കില്ല. മാത്രവുമല്ല, നമുക്ക് അറിയാവുന്നതുപോലെ പാറമടകളും ക്വാറികളും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന വയനാട്ടിലെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഇന്നലെ ഈ ദുരന്തമുണ്ടാകുന്ന കാരണത്തിലേക്ക് നയിച്ച ഈ തുരങ്കം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് നമ്മൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. തെറ്റായ റിപ്പോർട്ട്, അത് പരിസ്ഥിതി ദുർബല മേഖലയിൽപ്പെടുന്ന പ്രദേശമല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പരിസ്ഥിതി ദുർബല മേഖലയിൽ പെടാത്ത ഒരു പ്രദേശം എന്ന് ഉള്ള ഒരു റിപ്പോർട്ട് അത് കൊടുക്കുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ്. 2022 മെയ്യിലാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത്. ഇത് പരിസ്ഥിതി ദുർബല മേഖല അല്ലെന്നതിന് പുറമെ ഇത് സംരക്ഷിത വനമേഖലയല്ല, അതുപോലെ തന്നെ വനാവകാശ നിയമം ഇതിന് ബാധകമായി വരുന്നില്ല. സാധാരണ ഇത്തരം പദ്ധതികൾക്ക് വനമേഖല എടുക്കുമ്പോൾ അല്ലെങ്കിൽ മരം മുറിക്കേണ്ടി വരുമ്പോൾ അതിന് പകരം നഷ്ടപരിഹാര വനവൽക്കരണം
എന്ന് പറഞ്ഞ് ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം, അവിടെ നിന്ന് എടുക്കുന്ന മരങ്ങൾക്കും ആ എടുക്കുന്ന വനഭൂമിക്കും തുല്യമായ ഭൂമി മറ്റൊരിടത്ത് നൽകി അവിടെ വനം വെച്ചുപിടിപ്പിച്ച് നൽകണം എന്ന് ഉള്ള ഒരു നിയമമുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് 2022 മെയ്യിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ജില്ലയിലെ വെള്ളരിമലയും തിരുവമ്പാടിയും ഈ 2 പ്രദേശങ്ങളിലൂടെയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത്. ഇത് അതിതീവ്രമായ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്നുള്ളതാണ്. ഈ ദുർബലമായ പരിസ്ഥിതി മേഖലകളിൽ ഈ മൺസൂൺ മഴ പെയ്യുമ്പോൾ തന്നെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വളരെ അധികമാണ്. അതിലൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതിൻ്റെ 800 മീറ്റർ മാറിയാണ് ഈ പറയുന്ന പുത്തുമലയിലെ ദുരന്തം നമ്മൾ ആരും ഇതുവരെ മറന്നിട്ടില്ല. 2018 മഹാപ്രളയത്തിന് പിന്നാലെ 2019 പുത്തുമലയിൽ ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് 17 പേരാണ് അവിടെ ജീവൻ വെടിഞ്ഞത്. ആ പുത്തുമല തൊട്ടടുത്താണ്. പുത്തുമലയും ഈ പറയുന്ന ഇന്നലെ മണ്ണിടിഞ്ഞ കള്ളാടിയും തമ്മിലാണ്ട് 800 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ ആ പ്രദേശം അതീവ പരിസ്ഥിതി ലോല മേഖലയല്ല, പരിസ്ഥിതി ദുർബല മേഖലയല്ല എന്നൊരു റിപ്പോർട്ടാണ് അന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്തത്. അതുപോലെ ചൂരൽമല മുണ്ടക്കൈ, നമ്മുടെ എല്ലാം മനസ്സിലെ വിങ്ങലാണ് ഈ ചൂരൽമലയും മുണ്ടക്കൈയും. ഇവിടെ ഈ പ്രദേശം ഈ ഇന്നലെ അപകടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്ററാണ്. 5 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭൗമ ഉപരിതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്ന മേഖലയാവും, പരിസ്ഥിതി ദുർബലമായിട്ടുള്ള മേഖല. പിന്നെ ഇവിടെ 1960 മുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. 1960 ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. 62 ചെമ്പ്രമല, ഇതിനോട് ചേർന്ന ചെമ്പ്രമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അന്ന് ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. 1984 മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 17 പേരാണ് അന്ന് അവിടെ ജീവൻ വെടിഞ്ഞത്. അത്രയും പേരുടെ ജീവൻ നഷ്ടമായി. അതിന് ശേഷം 96 2024 1996 2024 ഈ 2 വർഷങ്ങളിലും ചെമ്പ്രമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. പക്ഷേ അന്നും ആൾനാശം ഉണ്ടായില്ല. 2019 2020 കാലഘട്ടത്തിൽ മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. 2019 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 17 പേരുടെ മരണത്തിനിടയാക്കി. 2024 നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇങ്ങനെയുള്ള ഈ പ്രദേശത്തിനാണ് ആദ്യഘട്ടത്തിൽ ഇവർ കള്ളം പറഞ്ഞ് അനുമതി വാങ്ങുന്നത്, പരിസ്ഥിതി അനുമതി 1ാം ഘട്ടം വാങ്ങുന്നത്. അതിനുശേഷം ഈ 2ാം ഘട്ടം വരുമ്പോൾ ഈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായി. അത് കാരണം ഈ 2ാം ഘട്ടത്തിലെ അനുമതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല, കേന്ദ്ര വനം മന്ത്രാലയം തയ്യാറായിരുന്നില്ല. ഇവിടെ നിരന്തരമായ സമ്മർദ്ദമാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ചെലുത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ചെലുത്തിക്കഴിഞ്ഞപ്പോൾ കർശന ഉപാധികളോടെയാണ് അന്ന് ഇതിൻ്റെ 2ാം ഘട്ട അനുമതി കൊടുത്തത്. അതായത് 60 ഉപാധികളാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഈ ഉപാധികൾ കർശനമായിട്ട് പാലിക്കണം. അതുപോലെ ഇതിനൊരു മൈനിങ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ഉണ്ടാവും. അവരിത് 6 മാസത്തിലൊരിക്കൽ വിലയിരുത്തണം. ഇതുകൊണ്ട് ആദിവാസി കുടുംബങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന പച്ചക്കള്ളമാണ് പിണറായി സർക്കാർ അന്ന് കേന്ദ്രത്തെ അറിയിച്ചത്. നമുക്കറിയാം ഈ പറയുന്ന മേഖല വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഈ തുരങ്കമുഖത്ത് താമസിക്കുന്നത് 27 കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ആദിവാസി. അരണമലയിലെ 27 കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ. അതുപോലെ ഈ തുരങ്കമുഖം, അത് തുരങ്കമുഖത്ത് താമസിക്കുന്നതാണ്. ഈ തുരങ്കപാത കടന്നു പോകുന്ന ഭാഗത്ത് 32 ആദിവാസി കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു കാര്യം കൂടി മറച്ചു വെച്ചു. എന്തൊക്കെ കള്ളം പറയാമോ ആ കള്ളങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇവർ അനുമതി വാങ്ങിയെടുത്തത്. പദ്ധതി നല്ലതാണ്, പക്ഷേ നമ്മുടെ പരിസ്ഥിതി ലോല മേഖലയിലൂടെ നടപ്പാക്കുന്നതിൽ ഇതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വയനാട്ടിലേക്ക് ചെന്നെത്താനുള്ളത് ഒറ്റ പാതയാണ്. ആ പാതയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് വളരെ ദുരിതം പിടിച്ചതാണ്. ഏത് നിമിഷവും ഈ പാത ബ്ലോക്കാകും. നിരന്തരമായിട്ട് ഈ പാതയിലൂടെയുള്ള യാത്രയ്ക്ക് വിഘ്നങ്ങൾ നേരിടാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒരു ബദൽ പാത എന്നുള്ളത് ഏത് സർക്കാരിൻ്റെ ഒരു മികച്ച ആശയമായി തന്നെ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇത്രയും പരിസ്ഥിതി ദുർബല മേഖല, ഒരു മഴ പെയ്താൽ പോലും മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖല, ഇപ്പോൾ ഈ പറഞ്ഞ മേപ്പാടിയിൽ നിന്ന് വരുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ലേഖകൻ നിഹാൽ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്നു. അതായത് ഇന്നലത്തെ ഈ ക്യാമ്പ്, അവിടെ പോളിടെക്നിക് കോളേജിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെയെല്ലാം പുനരധിവസിപ്പിക്കുന്നതിന് പോളിടെക്നിക് കോളേജിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്.
ആ ക്യാമ്പിന് ചുറ്റും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. ആ മണ്ണിടിച്ചിൽ 2 ദിവസം മുമ്പ് ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഏത് നിമിഷവും ഒരു വലിയ ലാൻഡ് സ്ലൈഡ്, ഒരു മണ്ണിടിച്ചിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ആ ഒരു ഭീതിയിലാണ് അവിടെ കഴിയുന്നവർ കഴിയുന്നത്. വയനാട്ടിൻ്റെ എവിടെയൊക്കെ എപ്പോഴൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്നുള്ളത് പ്രവചനാതീതമാണ്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർക്കും പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കും ഭൗമശാസ്ത്രജ്ഞന്മാർക്കും ഈ പശ്ചിമഘട്ട മലനിരകളിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. അവർ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന അതിതീവ്ര മഴ, ഈ തീവ്ര മഴ കൂടിയാകുന്നതോടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടി ഒരു തുരങ്കപാത, ഇത് ആർക്ക് വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു, ആരുടെ നേട്ടത്തിന് വേണ്ടിയായിരുന്നു, ആരുടെ ലാഭത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വരേണ്ടതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി.ഡി. സതീശൻ ഈ പദ്ധതിയെ എതിർത്തയാളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം, ഈ പരിസ്ഥിതി ദുർബല മേഖലയിൽ എങ്ങനെ നമുക്ക് മണ്ണ് നീക്കി തുരങ്കം സ്ഥാപിക്കാൻ പറ്റും, എങ്ങനെ നമുക്കതിലൂടെ മനസമാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. അന്ന് പക്ഷേ അദ്ദേഹത്തെയൊക്കെ വികസന വിരുദ്ധരായി മുദ്ര കുത്തിക്കൊണ്ട് അദ്ദേഹമൊക്കെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത്. ഈ സർക്കാരിൻ്റെ, ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ പദ്ധതിയാണിത്. പിണറായി സർക്കാർ കൊണ്ടുവന്ന മനുഷ്യനെ കൊല്ലാനുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണോ എന്നതിനെക്കുറിച്ച് അടിയന്തരമായി ആലോചിച്ച് തീരുമാനമെടുക്കുകയാണ് ഈ വി.ഡി. സതീശൻ സർക്കാർ ചെയ്യേണ്ടത്.